Hello everyone, Assalamu alaikum. Welcome to my channel Farsha's Kitchen and Canvas. ഇന്ന് ഞാൻ പറയുന്നത് ബേസിക് മെറ്റീരിയൽസ് പെൻസിൽ ഡ്രോയിങ്ങിന് എന്തൊക്കെ നമുക്ക് കയ്യിലുണ്ടാവും. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പെൻസിലും ഒരു എറേസറും ഷാർപ്പനറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡ്രോയിങ്ങും നമുക്ക് ചെയ്യാം. റൂളറോ ഇരുന്നോട്ടെ, ഇതല്ലാണ്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് മെക്കാനിക്കൽ പെൻസിൽ, പെൻ എറേസർ, ചാർക്കോൾ റോഡ്, അതുപോലെ വുഡൻ കാസ്റ്റഡ് പെൻസിൽസ് കൂടുതൽ യൂസ് ചെയ്യാം. അതും നമുക്ക് ഹാർഡ്നെസ്സിനും അതുപോലെ സോഫ്റ്റ്നെസ്സിനെയും ബേസ് ചെയ്തിട്ട് ഹാർഡ്നെസ് ഫോർ എച്ച്, ബി എന്ന് പറയുന്നത് സോഫ്റ്റ്നെസ്സും. അപ്പോൾ 6H, 4H, 2H എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള പെൻസിൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2B, 4B, 6B, 8B, 10B പെൻസിൽസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ഓരോന്നും നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവും. 10Bക്കുള്ള ഗ്രാഫൈറ്റ് ലെഡിൻ്റെ കട്ടി 2Bക്ക് ഉണ്ടാവില്ല. അതുപോലെ ടോട്ടിലോൺ ഓർ സ്റ്റംപ് എന്ന് പറയും. അതായത് ഒരു ഡ്രോയിങ് കഴിഞ്ഞാൽ ഷെയ്ഡിങ് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുമെന്ന് പറയും. അതായത് നന്നായിട്ട് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റംപ്. ഇത് നമുക്ക് കയ്യിലില്ലെങ്കിൽ നമുക്ക് കോട്ടൺ കൊണ്ടും ചെയ്യാവുന്നതാണ്. ബ്രഷ് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്മഡ്ജിങ് ചെയ്യാവുന്നതാണ്. ഇയർബഡ്സിൻ്റെ കോട്ടൺ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു സാധനം നീഡഡ് എറൈസർ. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എറൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ വുഡ്ലെസ് ഗ്രാഫൈറ്റ് പെൻസിൽ. അതെന്താണെന്ന് വെച്ചാൽ വുഡൻ കാസ്റ്റഡ് അല്ല, വെറും ഗ്രാഫൈറ്റ് പെൻസിൽ മാത്രമായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു ഡ്രോയിങ് പേപ്പർ നമുക്ക് വേണം. നമ്മുടെ ഇഷ്ടം എന്തിനോടാണോ അതിനനുസരിച്ചാണ് നമ്മൾ മണി സ്പെൻഡ് ചെയ്യേണ്ടതും. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓയിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുക കൂടുതൽ സാധനങ്ങളും ഓയിൽ പെയിൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വാങ്ങിക്കാറ്. പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മതി. അതുപോലെ ആക്രിലിക് പെയിൻറ്റിങ് ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലാണ്ട് വാട്ടർ കളറിങ് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ നമ്മുടെ പ്രയോറിറ്റി ഏത് ടൈപ്പ് ഓഫ് ആർട്ടാണോ അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാം. ഓരോ മെറ്റീരിയലിലും ഓരോ പർപ്പസുകളുണ്ട്. മെക്കാനിക്കൽ പെൻസിലാണെങ്കിൽ ഭയങ്കര പോയിന്റഡ് ആയിരിക്കും, നമുക്ക് സ്കെച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. എന്നാൽ ഒരു വുഡൻ കാസ്റ്റഡ് സാധാ പെൻസിലാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും ഷാർപ്പനർ യൂസ് ചെയ്തിട്ടോ ബ്ലേഡ് യൂസ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡിങ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നീഡഡ് എറൈസറൊക്കെ. ഓരോ എറൈസറുകൾക്കും ഓരോ പർപ്പസുകളുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ലോ കോസ്റ്റിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിഗിനർ എന്ന നിലയിൽ മീഡിയം റേറ്റിലുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മളൊരു ലെവൽ കൂടി പോയാൽ മാത്രം ഹൈ കോസ്റ്റിലുള്ളത് വാങ്ങിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.